എത്രത്തോളം ഡിഫിക്കൽട്ടി നിറഞ്ഞിട്ടുള്ള ഒരു പാതയാണ് ഡോക്ടർ ആവുക എന്ന് പറയുന്നത്. കാരണം ആ ഉമ്മ എത്രത്തോളം വലിയ ഇമോഷണൽ ട്രോമയിലൂടെ അവൻ പോയിട്ടുണ്ടാവുമെന്ന് ആലോചിച്ചു പോകും. ആ സന്തോഷത്തിന് കാരണക്കാരിൽ ഒരാൾ ഞാനാണെന്ന് ആ ഡോക്ടറിന് തോന്നിയപ്പോൾ ആ ഡോക്ടറിന് എത്രത്തോളം ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഹായ്, എൻ്റെ മക്കൾ ഈ വീഡിയോ കാണാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളും ഒരു ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായിരിക്കണം അല്ലേ? അവിടെ നിങ്ങളെപ്പോലെ തന്നെ 6 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ നീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കും ഡോക്ടറാകാൻ വേണ്ടി കുറേ എക്സ് ആൻഡ് വൈ റീസൺസ് ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു 5-6 കൊല്ലങ്ങളായിട്ടുള്ള എൻ്റെ ഒരു MBBS ജേണിയിലൂടെയാണ് ഈ ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ ശരിക്കും എത്രത്തോളമാണ് എന്നെനിക്ക് മനസ്സിലായത്. എത്രത്തോളം ചാലഞ്ചിങ് ആണ്, എത്രത്തോളം ലോങ് ആയിട്ടുള്ളൊരു ജേണിയാണ്, എത്രത്തോളം സാക്രിഫൈസ് ഡിമാൻഡ് ചെയ്യുന്നൊരു പ്രൊഫഷനാണ് എന്നുള്ളതൊക്കെ ഒരു MBBS പഠിക്കുന്ന സമയത്തും ഡോക്ടറായിട്ട് കഴിഞ്ഞൊരു കൊല്ലത്തോളം ഞാൻ വർക്ക് ചെയ്യുന്നൊരു മൊമെൻറ്റിലാണ് എനിക്ക് മനസ്സിലായത് എത്രത്തോളം ഡിഫിക്കൽട്ടി നിറഞ്ഞിട്ടുള്ള ഒരു പാതയാണ് ഡോക്ടർ ആവുക എന്ന് പറയുന്നത് എന്നുള്ളത്. പക്ഷേ മക്കളെ, എന്നിട്ടും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ ഏതൊരു ഡോക്ടറെയും മുന്നോട്ട് നയിക്കാൻ കാരണമെന്ന് പറയുന്നത് ഈ പ്രൊഫഷൻ നമുക്ക് തരുന്ന ചില ഇൻപുട്ടുകളുണ്ട് മക്കളെ. ഈ ഇൻപുട്ടുകൾ ത്രൂ ഔട്ട് ഈ ഒരു 5-6 കൊല്ലം എനിക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് എൻ്റെ പേഴ്സണൽ ലൈഫിലായിട്ടും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നെ ഫസ്റ്റായിട്ട് അത്രയും മൂവ് ചെയ്ത, എന്നെ ഫസ്റ്റായിട്ട് അത്രയും അധികം ഇൻസ്പയർ ചെയ്തത് ഒരു കഥയാണ്. കഥയല്ല, ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു വർക്കിംഗ് സെറ്റപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഇയർ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരാഴ്ച നമുക്ക് എന്തുണ്ടാവും, ഒരു ഓറിയൻറ്റേഷൻ സെഷൻ ഉണ്ടാവും. അപ്പം ഞാൻ 2017 ബാച്ച്, 2017 ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഓഗസ്റ്റ് മാസം നമുക്ക് ബാച്ചൊക്കെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആഴ്ച നമുക്ക് ഈ ഓറിയൻറ്റേഷൻ ഉണ്ടാവുക. ഈ ഓറിയൻറ്റേഷൻ ബേസിക്കലി എന്താ നടക്കുക എന്ന് പറഞ്ഞാൽ, ആ കോളേജിൽ അത്രയും റിനൗണ്ട് ആയിട്ടുള്ള അത്രയും എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫസേഴ്സ് നമുക്ക് എന്ത് തരാണ്, അവരുടെ ലൈഫ് എക്സ്പീരിയൻസുകളും അവർ നമുക്ക് ഉപദേശം തരും. നിങ്ങൾ എങ്ങനത്തെ ഒരു ഡോക്ടർ ആവണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ലൈഫിൽ നടന്നുള്ള അത്രയും കിടിലനായിട്ടുള്ള കേസസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രൊഫസർ സാറിൻ്റെ ലൈഫിൽ അത്രയും സാറ് മൂവ് ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു കേസ് സാറ് പറയാണ്. അപ്പം സാറ് പറയുന്ന കേസ് സെറ്റ് ചെയ്തിരിക്കുന്നത് 20-30 കൊല്ലങ്ങൾക്ക് മുമ്പ് സാറ് ഹൗസൻസ് ചെയ്യുന്ന മൊമെൻറ്റിലാണ്. അപ്പോൾ ഹൗസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ 4.5 കൊല്ലം MBBS പഠിക്കുകയാണെങ്കിൽ 1 കൊല്ലം നമ്മൾ ഇൻറ്റേൺഷിപ്പായിട്ട് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണം. അപ്പം സാറ് ഹൗസജനായിരിക്കും. അത് ഏകദേശം 20-30 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അപ്പോൾ സാറിന് പോസ്റ്റിംഗ് വന്നിട്ടുള്ളത് ലേബർ റൂമിലാണ്. ഓക്കെ, അപ്പോൾ ലേബർ റൂം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഡിവൈൻ ആയിട്ടുള്ള അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ കഥകളൊക്കെ വഴിയേ നമുക്ക് പറയാം. അങ്ങനെ സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിന് ലേബർ റൂമിൽ പോസ്റ്റിംഗ് ആണ്. സാറിന് മുമ്പിൽ ഒരു പേഷ്യൻ്റ് ഉണ്ട്, ഒരു ഉമ്മ പ്രസവിക്കാൻ വേണ്ടി കിടക്കുന്നുണ്ട്. ഈ ഉമ്മയുടെ കേസ് എന്ന് പറയുന്നത് ഉമ്മയുടെ 4-മോ 5-മോ പ്രസവമാണ്. സാർ എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, 4-മത്തെ 5-മത്തെ പ്രസവമാണ്. ഓക്കെ, പക്ഷേ ഇതിൽ ഒരു സാഡ് പാർട്ട് എന്തെന്ന് വെച്ചാൽ, ഈ ഉമ്മയുടെ മുമ്പ് വന്നിട്ടുള്ള എല്ലാ കുട്ടികളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. എക്സ് ആൻഡ് വൈ റീസൺസ് കൊണ്ട് പ്രഗ്നൻസി പീരീഡിൽ തന്നെ മരണപ്പെട്ടു പോയി. ഒരു കുട്ടിയും ലൈവായിട്ട് ഉമ്മക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഉമ്മ പ്രസവിക്കാൻ വേണ്ടി കിടക്കുകയാണ്. ഓക്കെ, പ്രസവവേദനയോട് അത്രയും മല്ലടിച്ച് നിൽക്കുന്ന ഒരു മൊമെൻ്റാണ് അല്ല. പക്ഷേ എന്നിരുന്നാലും ആ വേദനയൊക്കെ ഉമ്മ സഹിച്ചുകൊണ്ട് തൻ്റെ കുട്ടിയെ കാണാൻ വേണ്ടി പറ്റുമല്ലോ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ ആ വേദനയൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ട് ആ ഉമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. പ്രസവിൻ്റെ കുട്ടി ഇപ്പോൾ വരും എന്നുള്ള വിശ്വാസത്തിൻ്റെ ഉമ്മ നിൽക്കുകയാണ്. മക്കൾ, നിങ്ങൾ ഉമ്മമാരോട് അമ്മമാരോടൊക്കെ ചോദിക്കാൻ അവർ പറയും, പ്രസവിക്കുന്ന ഒരു മൊമെൻറ്റിൽ അല്ലെ, പ്രസവിക്കുന്ന ആ ഒരു കാലയളവിൽ ആ ഒരു പീരീഡിൽ എല്ലാ 1/2 മണിക്കൂർ കൂടുമ്പോഴും കുട്ടി ഓക്കെ അല്ലേ, കുട്ടീൻ്റെ വെൽബീങ് ഒക്കെ ഓക്കെ അല്ലേ, കുട്ടീൻ്റെ ഹാർട്ട് റേറ്റ് ഒക്കെ നോർമൽ അല്ലേ എന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മളൊരു മെഷീൻ CTG എന്ന് പറയുന്ന മെഷീൻ ഇങ്ങനെ വയറിൽ വെച്ച് നോക്കും, കുട്ടി ഓക്കെ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉമ്മ ഈ പ്രസവിക്കും എന്ന് പറഞ്ഞ മൊമെൻറ്റിൽ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ്, സാഡ്ലി ഈ കുട്ടിക്ക് എന്തില്ല മക്കളെ, ഹാർട്ട് ബീറ്റോ മിടുപ്പോ എന്ന് വെച്ചാൽ ജീവന ലക്ഷണങ്ങളില്ല. അപ്പം എൻ്റെ ഹൗസജൻ്റെ അന്നത്തെ പ്രൊഫസർ ഉമ്മയുടെ കാര്യം പറയുന്നു, അങ്ങനെ കുട്ടിക്ക് മിടുപ്പൊന്നും കാണുന്നില്ല, നമുക്ക് പ്രതീക്ഷ കുറവാണ്, ഈ കുട്ടിയും പോയി നോക്കാണെന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ നല്ല ന്യൂസ് ഡിസ്ക്ലോസ് ചെയ്യണം. എൻ്റെ മക്കൾ ആലോചിച്ച് നോക്കണം, ആ ഉമ്മ എത്രത്തോളം വലിയ ഇമോഷണൽ ട്രോമയിലൂടെ അവൻ പോയിട്ടുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, തൻ്റെ മുമ്പുള്ള എല്ലാ കുട്ടികളും മരണപ്പെട്ടു പോയി, ഈ കുട്ടിയെങ്കിലും കിട്ടുമെന്നുള്ള വിശ്വസിച്ചുകൊണ്ട് ഉമ്മ പ്രസവ വേദനയോട് മല്ലിട്ട് നിൽക്കുമ്പോൾ പറയുകയാണ് ഈ കുട്ടിയും പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉമ്മ എത്രത്തോളം വിഷാദത്തിൻ്റെ പടുവിൽ വീണിട്ടുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ പ്രൊഫസർ എൻ്റെ ഹൗസജനായിട്ടുള്ള സാറിന് നിർദ്ദേശം കൊടുക്കുന്നു, കുറച്ച് കഴിഞ്ഞാൽ കുട്ടി വരും, നീ ഉമ്മാനെ ജസ്റ്റ് കാണിച്ചിട്ട് പീഡിയാട്രിഷ്യനെ ഏൽപ്പിച്ചോ, ബാക്കി അവർ നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ നിർദ്ദേശം കൊടുക്കുന്നു. പ്രൊഫസർ വേറെ ഇഷ്ടം പോലെ കേസുകളുണ്ട്, ആ പ്രൊഫസർ വേറെയുള്ള കേസിനൊക്കെ നോക്കാൻ വേണ്ടി പോകുന്നു. അപ്പം ആ സാർ പറഞ്ഞ പോലെ തന്നെ എന്ത് വരികയാണ്, കുറച്ച് കഴിയുമ്പോൾ കുട്ടി വരികയാണ്. കുട്ടിയുടെ ജീവൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല, ഉമ്മാനെ കാണിക്കുകയാണ്. ഉമ്മ സ്വാഭാവികമായിട്ടും കുട്ടീനെ കണ്ട് അട്ടഹസിച്ച് കരയുന്നു. കുട്ടിക്ക് എന്താ പറയുക, അവർ അവസാന ചുംബനം ഉമ്മൊക്കെ കൊടുക്കുന്നു. സാറ് ഈ കുട്ടീനായിട്ട് പോകണം. അപ്പോൾ സാറും ഭയങ്കരമായിട്ടുള്ള
എന്താ പറയുക ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ്, ഉമ്മാൻ്റെ അവസ്ഥ കണ്ട് അത്രയും ഡിപ്രസ്ഡ് ആയ സ്റ്റേറ്റിലാണ്. അപ്പോൾ സാറിന് ഇങ്ങനെ തോന്നുകയാണ്, അല്ലെ സാറിന് ഒരു ഗട്ട് ഫീലിംഗ് വരികയാണ്, ഈ കുട്ടീനെ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് റിവൈവ് ചെയ്യണം. സാർ ഈ കുട്ടീനെ നല്ലോണം ചൂടാക്കി എന്ത് ചെയ്യാണ്, സാറിന് അറിയാവുന്ന CPR പ്രോട്ടോക്കോളൊക്കെ വെച്ച് ഈ കുട്ടിയിൽ എന്തൊക്കെയോ ചെയ്ത് കുട്ടി റിവൈവ് ആവാണ്. ഓക്കെ, അങ്ങനെ കരയുന്ന കുട്ടീനെ ഉമ്മാക്ക് കൊണ്ടേ കൊടുക്കുകയാണ്. ഇതാണ് സാറ് പറഞ്ഞ കഥ. മക്കളെ, ഇതിൽ ഞാൻ ആലോചിച്ച്, ഈ കഥ ഞാൻ കേട്ടതിന് ശേഷം ഞാൻ ആലോചിച്ചത്, ഈ ഉമ്മ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ഉമ്മയുടെ എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടു. അത്രയേറെ ഡിപ്രഷനിൽ നിൽക്കുന്ന, അത്രയേറെ സങ്കടത്തിൽ നിൽക്കുന്ന ഉമ്മാൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ ചെന്ന് കൊടുക്കുകയാണ്. എന്താ കൊടുക്കുന്നത്? നിങ്ങളെ കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല, നിങ്ങളെ കുട്ടി ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഉമ്മാക്ക് കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ ആരായിട്ടാണ് ഉമ്മ കാണുക? അല്ലെങ്കിൽ ആ ഉമ്മയുടെ കണ്ണിലുണ്ടായ സന്തോഷം എത്രത്തോളമായിരിക്കും? ആ സന്തോഷത്തിന് കാരണക്കാരിൽ ഒരാൾ ഞാനാണെന്ന് ആ ഡോക്ടറിന് തോന്നിയപ്പോൾ ആ ഡോക്ടറിന് എത്രത്തോളം ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവും? അല്ലെങ്കിൽ ആ ഉമ്മയുടെ കണ്ണിൽ കണ്ട ഗ്രാറ്റിറ്റ്യൂഡ് എത്രത്തോളം ആയിരിക്കും മക്കളെ? അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ നാളെ എൻ്റെ മക്കളും ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു ഡോക്ടർ പോട്ടെ അങ്ങനത്തെ ഒരു മനുഷ്യനാവാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ഒരാളുടെ ലൈഫിൽ അത്രയും ഇമ്പാക്റ്റ് ചെലുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാവാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? നിങ്ങൾ ഡോക്ടർ, എഞ്ചിനീയർ എന്തു ആയിക്കോ, നാളെ നിങ്ങളുടെ ലൈഫിൽ അത്രയേറെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ചെലുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊത്തൊരു മനുഷ്യനാവേണ്ടടാ, അല്ലേ? നിങ്ങളിപ്പം നമ്മൾ റീൽസ് കാണുന്നു, നമ്മൾ വെറുതെ അട്ടത്ത് നോക്കി നിൽക്കുന്നു, യാതൊരു ലക്ഷ്യമില്ലാതെ ഫോക്കസ് ഇല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അയ്യോ ഞാനൊരു തോൽവിയായി പോയെന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ വെറുതെ മൂങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നാളെ അങ്ങനത്തെ ഒരു മനുഷ്യനാവാൻ എന്തെങ്കിലും അർഹതയുണ്ടോ? അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യും മക്കളെ? ആ ഒരു ഡോക്ടർ പോട്ടെ അത്രയും ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് മനുഷ്യനാവാൻ വേണ്ടി നിങ്ങൾ അർഹനാവുക, അതിനുവേണ്ടി എലിജിബിൾ ആവുക. നിങ്ങൾക്ക് എത്രത്തോളം എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ, എത്രത്തോളം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ, എത്രത്തോളം ഡിറ്റർമിൻഡ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അതിനൊത്ത പേഴ്സണായിട്ട് നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക. നാളെ അത്രയും കിള്ളനായിട്ടുള്ള മനുഷ്യനോ ഡോക്ടറോ നിങ്ങൾ ആവട്ടെ എന്ന് ഞാൻ നേരുന്നു. സോ അടുത്തൊരു സ്റ്റോറിയുമായിട്ട് പിന്നെ കാണാം. സോ അണ്ടിൽ ദെൻ ആക്കിഫ് നാസിങ് സൈനിങ് ഓഫ്. ബൈ.